അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ പോലീസ് സ്റ്റേഷനിലെത്തി തെങ്ങോല വലിച്ച് കാട്ടാനയായ ഏഴാറ്റുമുഖം ഗണപതി. ഏഴാറ്റുമുഖം ഗണപതി എന്ന നാട്ടുകാരിട്ട പേരാണ്. ആ പ്രദേശത്തുള്ള കാട്ടാനയാണ്. കാട്ടാനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം ആന ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗണപതിക്ക് ഏറ്റ മുറിവ് ചില്ലുകുപ്പി കൊണ്ടതാണോ എന്ന സംശയം DFO R ലക്ഷ്മി പറയുന്നു. ശരി ശരി. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ഏഴാറ്റുമുഖം ഗണപതി ഇപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ആനയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? ഇവരിപ്പോൾ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പൊതുവെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി ഇവനെ കാണുന്നത്? അതായത് ആനയുടെ പരിക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഒരു കാൽ മുടന്തിയാണ് നടന്നിരുന്നത്. വലത്തെ കാലാണ് ആ ഒരു പ്രശ്നമായി ഉണ്ടായിരുന്നത്. അതിന് ഒരു നിലത്ത് വെക്കാതെയൊക്കെ നടന്നിരുന്ന പോലെയാണ് നേരത്തെയൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ തെങ്ങോല വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സാധാരണ ഒരു ആന നടന്നു പോകുന്നത് പോലെ തന്നെയാണ്. മറ്റ് ആനയ്ക്ക് കാലുകളിൽ പ്രശ്നമുള്ളതുപോലെ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊക്കെ അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയും, അതായത് അതിൻ്റെ ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്കൊക്കെ എത്തേണ്ടത് ഡോക്ടർമാരൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയുടെ മുറിവ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിന് ചികിത്സ ആവശ്യമാണോ എന്ന കാര്യം ഇനിയും 2-3 ദിവസം കാരണം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ആനയ്ക്ക് സ്വാഭാവികമായും ഏതൊരു മൃഗത്തിനും ഇത്തരത്തിൽ ഒരു മുറിവുകളൊക്കെ പറ്റിയാൽ അത് ഉണങ്ങാനുള്ള ഒരു സമയം, ആ ഒരു സമയം നൽകണം. അത് സ്വാഭാവികമായും അവയ്ക്കൊക്കെ വന്യജീവികൾക്കൊക്കെ ഉള്ളൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപക്ഷെ മാറിയേക്കാം എന്നുള്ളൊരു നിഗമനവുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ മാറിയില്ലെങ്കിൽ മാത്രമേ ഇനിയൊരു ചികിത്സ നൽകേണ്ടതുള്ളൂ. അത് ഒരുപക്ഷെ കുപ്പിച്ചില്ലുകളൊക്കെ കൊണ്ട് ഒക്കെ ആകാം ഈ ഒരു മുറിവുണ്ടായതെന്നുള്ളൊരു സംശയവും DFO R ലക്ഷ്മി പ്രകടിപ്പിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ അതിരപ്പള്ളിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ നിരവധിയായ ആളുകൾ വാഹനത്തിലിരുന്ന് മദ്യപിക്കുകയും ആ മദ്യക്കുപ്പികളൊക്കെ തന്നെ, ചില്ലുകുപ്പികളൊക്കെ തന്നെ ഈ പ്ലാന്റേഷൻ മേഖലയിലേക്കൊക്കെ വലിച്ചെറിയുന്ന ഒരു പതിവ് ഉണ്ടാകുന്നു. അത് വലിയ തോതിൽ വന്യമൃഗങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതൊക്കെയാണ് ഈ വനംവകുപ്പിൻ്റെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രത്യേക ഡ്രൈവൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ആ കുപ്പികളൊക്കെ എടുത്തു മാറ്റുന്നതിന് വേണ്ടി. എന്തായാലും മുറിവെന്തായാലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കും ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ അത് ഉറപ്പുവരുത്തുക. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.